നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കോഴിക്കോട് SM സ്ട്രീറ്റിലാണ്. SM സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി കാണുമല്ലോ അല്ലേ? കോഴിക്കോട്ടുകാരുടെ സ്വന്തം മിഠായിത്തെരുവ്. അതെ, കോഴിക്കോട് നമ്മൾ വിസിറ്റിനായിട്ടോ ട്രിപ്പായിട്ടോ ഈവൻ നമ്മൾ എന്തെങ്കിലും ബിസിനസ് മീറ്റിനായിട്ടോ എന്തിനെങ്കിലും ആവട്ടെ, എന്തിനായാലും നമ്മളൊരു ദിവസം കോഴിക്കോട് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ദിവസത്തിൻ്റെ ഒരു കുറഞ്ഞ ശതമാനം സമയമെങ്കിലും നമ്മൾ വന്ന് കണ്ടിട്ട് പോകുന്നൊരു സ്ഥലമാണ് മിഠായിത്തെരുവ് എന്ന് പറയുന്നത്. അതിപ്പോൾ അലുവ വാങ്ങാനായാലും വീട്ടിലോട്ടുള്ള എന്ത് സാധനം വാങ്ങിക്കാനായാലും ഒരു തവണയെങ്കിലും മിഠായിത്തെരുവിൽ വന്നു പോയിട്ടുള്ളവരാകും കോഴിക്കോട്ടുള്ളവരും അല്ലെങ്കിൽ കോഴിക്കോട് കാണാനെത്തിയവരും. മിഠായിത്തെരുവിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 500-600 വർഷത്തിന് മണ്ടയിൽ പഴക്കമുണ്ട് നമ്മുടെ ഈ തെരുവിന്. 600 വർഷം അല്ലെങ്കിൽ ഒരു 500-550 വർഷങ്ങൾക്ക് മുൻപ്, അതായത് സമോറിയൻ ഭരണകാലത്താണ് കോഴിക്കോട്ടേക്ക്, അതുപോലെ കോഴിക്കോട്, മലപ്പുറം, മറ്റ് മലയിടങ്ങളിൽ ഭാഗത്തേക്കൊക്കെ വ്യാപാരം സജീവമായിട്ട് നിന്നിരുന്ന കാലഘട്ടത്ത് ഈ പ്രദേശത്തേക്ക് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്ന് മിഠായി വിൽക്കാനും അല്ലെങ്കിൽ അതുപോലുള്ള മധുര പലഹാരങ്ങൾ വിൽക്കാനുമായിട്ട് കുടിയേറി വന്നവർക്ക് അത് വിൽക്കാനായിട്ട് കോഴിക്കോട് കൊടുത്തിരുന്ന ഒരു സ്ഥലമായിരുന്നു അന്നത്തെ മിഠായിത്തെരുവ്, അല്ലെങ്കിൽ ആ തെരുവിനെയാണ് ഇന്ന് മിഠായിത്തെരുവ് എന്ന് വിളിക്കുന്നത്. അന്ന് അവിടെ സ്ഥലം ഏറ്റെടുത്തവർ അവിടെ ഹലുവ, മിഠായി, അതുപോലെ പലതരം ഗുജറാത്തി സ്വീറ്റുകളും അവിടെ കച്ചവടത്തിനായി നിരത്തി. അന്ന് നമ്മുടെ ഈ നാട്ടിലേക്കൊക്കെ ഹലുവ ആദ്യമായിട്ട് എത്തിയിരുന്ന സാഹചര്യത്തിൽ അന്ന് ബ്രിട്ടീഷുകാർക്ക് മുൻപിൽ ഈ ഹലുവ പോലുള്ള മിഠായി പലഹാരങ്ങൾ അല്ലെങ്കിൽ അതുപോലത്തെ മധുര പലഹാരങ്ങളൊക്കെ ഒരു അത്ഭുതമായിരുന്നു. അത്തരത്തിൽ കാണുമ്പോൾ ഇറച്ചിയോട് സാമ്യത തോന്നുന്ന, അല്ലെങ്കിൽ അത്രയും മധുരമുള്ള ഇറച്ചി കഷ്ണങ്ങൾ പോലെ തോന്നപ്പെടുന്ന ഹലുവകൾക്ക് അവരിട്ട പേര് സ്വീറ്റ് മീറ്റ് എന്നായിരുന്നു. പിൽക്കാലത്ത് സ്വീറ്റ് മീറ്റ് വിൽക്കുന്ന സ്ട്രീറ്റിനെ സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ് എന്ന് വിളിച്ചു. അങ്ങനെ വിളിച്ചതും ബ്രിട്ടീഷുകാർ തന്നെ. പിന്നീടത് ചുരുക്കി SM സ്ട്രീറ്റായി. അങ്ങനെയാണ് ഇന്ന് കാണുന്ന ഈ മിഠായി തെരുവിന് അന്നത് SM സ്ട്രീറ്റ് എന്ന് പേര് വീണത്. പിന്നീട് കോഴിക്കോടിൻ്റെ മുഖമുദ്രയായി തന്നെ ഈ കോഴിക്കോടൻ ഹലുവ മാറിയതും ഇതേ സ്വീറ്റ് മീറ്റ് തെരുവുകളിൽ നിന്നാണ് എന്നും പറയപ്പെടുന്നു. ആ തെരുവിലാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. പഴയ കാലത്തിനൊപ്പം പ്രൗഢിയോടെ നിൽക്കുന്ന ഒരുപാട് കടകളും സ്ഥാപനങ്ങളും കാണുന്നുണ്ട്. ചുറ്റോടു ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന ആളുകൾ, നിലത്തിരുന്നും കച്ചവടം നടത്തുന്ന സാധാരണക്കാർ, ചെറിയ വിലയിൽ നല്ല ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ ഒരു മീഡിയം ക്വാളിറ്റിയിൽ സാധനം വാങ്ങാനായി ഇവിടേക്ക് വരാത്തവർ ചുരുക്കമാണ്. കോഴിക്കോട് എത്തുന്ന 99% ആൾക്കാരും ഇവിടെ ഒരു തവണയെങ്കിലും വന്ന് പോയിട്ടുണ്ടാവും എന്നത് ഉറപ്പ്. അങ്ങനെ ഞാനും മിഠായിത്തെരുവിൽ നിന്ന് ഒരറ്റത്തു നിന്ന് മറ്റൊരറ്റത്തേക്ക് നടന്നുകൊണ്ടേയിരുന്നു. പല കടകളിലേക്കും അവിടുത്തെ സെയിൽസ്മാൻമാർ എന്നെ വിളിച്ചു കയറ്റാൻ നോക്കുന്നു. അവരുടെ കയ്യിലുള്ള പ്രോഡക്റ്റുകൾ നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചു തരുന്നത് പോലെ വിശദമായി തന്നെ അവർ വിളിച്ചു പറയുന്നുണ്ട് അതിൻ്റെ ഗുണമേന്മകൾ. അലുവ വിൽക്കുന്നത് മുതൽ തുണിക്കടയിൽ വരെ എല്ലായിടത്തും ഇതുപോലെ വിളിച്ചു പറയുന്ന സെയിൽസ്മാൻമാരുടെ ചുറുചുറുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ ഞാനും 1-2 കടകളിലൊക്കെ കയറി. പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങിക്കും. ചിലർ വിളിച്ച് സാമ്പിൾ തരും. അങ്ങനെ സാമ്പിൾ തരാൻ വേണ്ടി വിളിച്ചൊരു ഹലുവ കടയിലാണ് ഇപ്പം നിൽക്കുന്നത്. ധാരാളം നിറത്തിലുള്ള ഹലുവകൾ കണ്ടെങ്കിലും അതിൽ നിന്ന് എനിക്കറിയാവുന്ന ഒരെണ്ണം തന്നെ ഞാൻ അവർക്ക് മുമ്പിൽ ചൂണ്ടിക്കാണിച്ചു. അതെ, കറുത്തലുവ തന്നെ. മറ്റ് പല അലുവകളും എന്നെക്കൊണ്ട് വാങ്ങിപ്പിക്കാൻ അദ്ദേഹം നോക്കിയെങ്കിലും ഞാൻ അവസാനം കുറച്ച് കറുത്തലുവയും വാങ്ങി മിഠായിത്തെരുവിനോട് വിട പറഞ്ഞു. കാഴ്ചകൾ അവസാനിക്കുന്നില്ല. വീണ്ടും കൂടുതൽ കാഴ്ചകളുമായി മിഠായിത്തെരുവിലേക്ക് വീണ്ടും വരേണ്ടി വരുമെന്ന് മനസ്സുറപ്പിച്ചു പറഞ്ഞു. മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നതുവരെയും നന്ദി, നമസ്കാരം.